ശബരിമലയിലെ വ്യാജ ഹെൽത്ത് കാർഡ് റാക്കറ്റിനെതിരെ അന്വേഷണം. ആരോഗ്യവകുപ്പിൻ്റേതാണ് അന്വേഷണം. ഹെൽത്ത് സ്ക്വാഡ് ഇന്ന് നടത്തിയ പരിശോധനയിൽ ലാഹയിൽ നിന്നും വ്യാജ ഹെൽത്ത് കാർഡുകൾ ലഭിച്ച കച്ചവടക്കാരെ കണ്ടെത്തി. പമ്പ, നിലയ്ക്കൽ, കാനനപാത എന്നിവിടങ്ങളിലെ ഹോട്ടലുകളിലെ ജീവനക്കാർക്കാണ് തട്ടിപ്പ് സംഘം വ്യാജ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തത്. ശബരിമല തീർത്ഥാടന പാതകളിൽ കച്ചവടം നടത്തുന്ന ഹോട്ടലുകളിലെ ജീവനക്കാർക്ക് ആരോഗ്യവകുപ്പ് നൽകുന്ന ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. ജീവനക്കാരെ ഡോക്ടർമാർ പരിശോധിച്ച് അസുഖങ്ങളില്ലെന്ന് ഇതിലൂടെ ഉറപ്പുവരുത്തണം. ടൈഫോയിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടെന്ന് ഹെൽത്ത് കാർഡിലൂടെ ഉറപ്പാക്കുകയും ചെയ്യും. ആരോഗ്യവകുപ്പിന്റെ ഈ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വ്യാജ ഹെൽത്ത് കാർഡ് സംഘം പ്രവർത്തിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ പരിശോധനകളോ വാക്സിനോ ഇല്ലാതെ ഗൂഢസംഘം ഹോട്ടൽ ജീവനക്കാരായ ആവശ്യക്കാർക്ക് വ്യാജ ഹെൽത്ത് കാർഡ് നൽകുകയാണ്. കഴിഞ്ഞ ദിവസം ഹെൽത്ത് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ ചില സ്വകാര്യ ലാബുകാർ പമ്പയിലും നിലയ്ക്കലിലും വ്യാജ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തി. ഇത്തരത്തിലുള്ള ഒരു സംഘത്തെ ഹെൽത്ത് സ്ക്വാഡ് കഴിഞ്ഞ ദിവസം പിടികൂടുകയും ചെയ്തു. ഇന്ന് ലാഹയിൽ നടത്തിയ പരിശോധനയിൽ വ്യാജ ഹെൽത്ത് കാർഡുകൾ ലഭിച്ച കച്ചവടക്കാരെ കണ്ടെത്തി. ഈ ഭാഗങ്ങളിൽ തട്ടിപ്പ് സംഘം വ്യാപകമായി ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് നൽകുന്ന ഹെൽത്ത് കാർഡിന് 200 രൂപ മാത്രം ചെലവ് വരുമ്പോൾ തട്ടിപ്പ് സംഘം വ്യാജ ഹെൽത്ത് കാർഡുകൾക്കായി 1000-ലധികം രൂപ ഈടാക്കുന്നതായാണ് വിവരം. ജനം, പത്തനംതിട്ട.